ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 കടയൊക്കെ കുത്തി തുറന്നാ മോഷണം നടത്തുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇതെല്ലാം തുറന്നിട്ടിട്ട് ഈ കടക്കാരൻ ഇത് എവിടെ പോയേക്ക് വന്നാ എനിക്ക് ഒന്നും അറിയത്തില്ല. ഏതായാലും വന്നതല്ലേ, എന്തായാലും കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം നമ്മക്കങ്ങ് കേച്ച. ആക്രിക്കടയാന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം പോലും ഇല്ലല്ലോ. ആ, ഫ്രിഡ്ജ് എങ്കിൽ ഫ്രിഡ്ജ്. ഇത് കക്ഷത്തിരിക്കത്തില്ല. ഓഹോ, ചാക്കിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നോ? അയ്യോ അയ്യോ, ഇനിയിപ്പോ തീയും. അയ്യോ മുതലാളി. ഓ ബ്രോക്കറെ, എന്റെ പൊന്നു ബ്രോക്കറെ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്ക്. എന്റെ അളിയൻ കല്യാണം കഴിക്കാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഇപ്പൊ തന്നെ 40-45 വയസ്സുണ്ടെന്ന്. അതുകൊണ്ടാ പറഞ്ഞത് അളിയന് പറ്റിയ ഒരു പെണ്ണ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പുതിയത് വേണ്ട, പഴയത് മതി. നമ്മുടെ ഒരു ആക്രി ഫാമിലി അല്ലേ, അതുകൊണ്ട്. ശരി ശരി ശരി. അയ്യോ, ഈ മുടിഞ്ഞ എലിശല്യം കാരണം ഒരു സമാധാനവും ഇല്ലല്ലോ. എല്ലാത്തിനും കൂടെ ഒരു ദിവസം കൂട്ടിയിട്ട് ഞാൻ ഒരു കത്തിയിൽ കത്തിക്കും. അല്ല പിന്നെ. നമസ്കാരം. പെരിച്ചാഴി അഥവാ എലിയെ എങ്ങനെ തുരത്താം? 2 ടിപ്പുകൾ. ആദ്യമായി 5 ബ്രെഡ് എടുക്കുക. 5 ബ്രെഡിലും ജാം പുരട്ടി വെക്കുക. പ്രധാനമായിട്ടും എലിവിഷം പുരട്ടാതിരിക്കുക, കാരണം എലികൾക്ക് അതൊരു ശീലമാവുകയെ. രണ്ടാമത്തത്, 1 ഗ്ലാസ് പശുവും പാലിൽ മധുരം ചേർത്ത് വെക്കുക. അതെന്തിനാണാവോ? പിന്നെ തൊണ്ടക്കുഴിന്ന് ഇറങ്ങണ്ടേ? അതറങ്ങാം. മോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ. എന്നാ കാര്യത്തിനാടാ എന്റെ ഈ ആക്രി കട കയറിയത്? പറയടാ. ഞാനൊരു പത്രം മേടിക്കാൻ വന്ന വിരിച്ച് കിടക്കാന്. അയ്യോടാ, കഷ്ടമുണ്ട്. ഒരു കിടക്കാടം പോലും ഇല്ലാത്തൊരു പാവമാണല്ലോ വന്നേക്കുന്നത്. പൊന്നു മോനെ, ഒരു കാര്യം ചെയ്യ്. എന്നാ ഇത് വിരിച്ച് മോനങ്ങ് കിടന്നു. ആഹാ, കാശില്ലാത്തോണ്ടാണ് എലിപ്പെട്ടി കൊണ്ടുവന്നത്. എന്തായാലും കൊണ്ടുവന്ന ഇത് ഇവിടെ ഇപ്പൊ ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ, ഇതിനകത്തൊരു കാറും ലോറിയുടെ കൂട്ടിയിടിച്ച് കിടക്കുന്നു. അതിന് നിനക്കെന്താ? ഇത് വിരിച്ച് കിടന്ന ആ കുപ്പിച്ചൽ എന്റെ പുറത്ത് കയറത്തില്ലേ? ആ ബസ് വെള്ളത്തിലെടുക്കല്ലേ എനിക്ക്. എടാ, ഇത് എന്റെ ഒരു സ്ഥാപനമാണ്. ആണോ? ആ, പിന്നെ അല്ലാതെ. അങ്ങനെയാണെ കമ്പിക്കെട്ട് എടുക്കുവോ? കമ്പക്കെട്ടോ? അതൊക്കെ ഉത്സവ പറമ്പിലല്ലേടാ. അതല്ലെന്ന്. കമ്പിക്കെട്ട് എടുക്കുവോന്ന്? കമ്പി കെട്ടി വെച്ചേക്കുന്ന എടുക്കുവോ? അതിനല്ലേ ഈ ആക്രിക്കട ഞാൻ ഇവിടെ തുറന്നു വെച്ചേക്കുന്നത്. നീ കൊണ്ടുപോവാ, അളന്നിട്ട് ഞാൻ അങ്ങോട്ട് കിലോ തന്നാ പോരെ? ആ, കിലോ ഒക്കെ തന്നാണ്. അല്ല, അപ്പൊ കാശ് തന്നാ പോരെ? ആ, കാശുണ്ട്. പക്ഷെ 5 ദിവസം എടുക്കും. അതെന്താ? 5ന്റെ അല്ലേ അസ്ഥി എടുക്കുന്നത്? നീ ഏത് കമ്പിയുടെ കാര്യമായി പറയുന്നത്? മരിച്ചു അപ്പൂപ്പന്റെ കാല കിടക്കുന്ന കമ്പി. ദൈവമേ, അപ്പൂപ്പനെ വിറ്റ് കാശാക്കാൻ വേണ്ടി നടക്കുന്ന ഒരുത്തൻ. പക്ഷെ ഞാൻ ഈ ആക്രിക്കടയിൽ വന്നൊന്നും മേടിക്കാറില്ല. ഞാൻ മേടിക്കുവാണെങ്കിൽ OLX ഞാൻ മേടിക്കുന്നത്. ഈ OLX മേടിക്കരുത്, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പുതിയത് തന്നിട്ട് പഴയതാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു കളയും. ആണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പഴയതും പുതിയതും കണ്ടാ നിങ്ങക്ക് തിരിച്ചറിയാവോ? പിന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആണ്. അങ്ങനാണെങ്കിലേ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാൻ കാണിക്കട്ടെ. അതല്ലെന്ന്. പതക്കം. അയ്യോ, പടക്കം. എവിടെ പോകുന്നു? പടക്കം എന്ന് പറഞ്ഞു. പടക്കം അല്ലെന്ന്. ഇത് പതക്കോ? സ്വർണ്ണ പതക്കം. ഇത് ചെമ്പാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. നമുക്ക് ഉരച്ചു നോക്കിയാ പോരെ? ആ, അത് നോക്കണം. ഉരച്ചു നോക്കിയാ മതി. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനം നമ്മൾ നോക്കട്ടെ. പിന്നെ അയ്യോ, ചെമ്പാ. ചെമ്പാണോ? അതെ. വെറുതെ അന്നെടുത്താരെ. കൊണ്ടുപോലും. ഞാനൊരു സത്യം പറയട്ടെ. തനി തങ്കവാ, സ്വർണ്ണവാ. അയ്യോ, ഇനി വിറ്റ് നമുക്ക് കാശാക്കാം. എത്ര കിട്ടിയാലും നിനക്ക് പകുതി, എനിക്ക് പകുതി. ആണോ? ഓക്കെ. അങ്ങനാണെങ്കിൽ ഇവിടെ വിൽക്കണ്ട, പിന്നെ പുറത്തെവിടെയും കൊണ്ട് വിറ്റാലോ? തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. ആരാ? മുത്ത് കൗണ്ടർ. വിളിക്കാം. സീരിയസ് കാര്യമാണെന്ന് പറയണം. കേട്ടോ? വിളിക്കും. ഹലോ, മുത്ത് കൗണ്ടർ. நான் ஒரு சாகரம் கிடைச்சாச்சு. அது கொண்டு வந்தா வீட்டு தருமா? അതെ, സീരിയസ് കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ കിടന്ന് ഈ ചിരിക്കണത്? കൗണ്ടർ പറഞ്ഞാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ഓ, അതിങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോക്കോളാം. ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോലും. ഇതേ, നമുക്ക് ഇവിടെ തന്നെ വിൽക്കാം. വിറ്റ് കാശാക്കാം. പപ്പാതി നിനക്ക് പകുതി, എനിക്ക് പകുതി. ആണല്ലോ? ഓക്കെ ആണല്ലേ? പിന്നെ ഈ സാധനം നിനക്ക് എവിടുന്നാ കിട്ടിയത്? പോലീസുകാരന്റെ വീട്ടിൽ നിന്ന്. ഏത് പോലീസുകാരൻ? പോലീസ് വന്നു കഴിഞ്ഞാൽ നിന്നെ ആദ്യം പോക്കും. എന്നെ മാത്രമല്ല, നിങ്ങളെ പൊക്കും. എന്നെയോ? അങ്ങനെ എന്നെ പൊക്കാനൊക്കത്തില്ല. എന്നെ പൊക്കുവാണെങ്കിൽ നിന്നെയും പൊക്കും. പോയാ പോയെങ്കിൽ പോട്ടെ. സ്വർണ്ണപ്പതക്കം എന്റെ ഇരിക്കട്ടെ.
ഹലോ ഹലോ. നമസ്കാരമുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ മാറിയാനല്ലോ. എന്തോന്ന് അപസ്മാരം. നമസ്കാരം നല്ല പറഞ്ഞത്. പിന്നെ? നമസ്കാരം ഉണ്ടെന്ന് പേടിച്ചു പോയോ? പേടിച്ചു പോയി. എനിക്ക് ഈ വീതിയുള്ള പോലീസുകാരെ കാണുമ്പോ ഭയങ്കര പേടിയാ. പേടിക്കണ്ട, ഞാൻ ഇടിക്കുള. സാർ എന്തിനാ എന്നെ ഇടിക്കുന്നത്? ഞാൻ ഫെഡറിക് ഇടിക്കുള. സാറ് പെടലിക്ക് ഇടിക്കോ നാവിക്ക് തൊഴിക്കോ അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. അതായത് ഞാനാണ് സ്ഥലം എസ് ഐ. എല്ലാരും പറയുന്നത് കേൾക്കാം, സ്ഥലം എസ് ഐ, സ്ഥലം എസ് ഐ. എന്താ സാറേ അങ്ങനെ പറയുന്നത്? എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ സ്ഥലം എസ് ഐ എന്ന് പറയുന്നു. അപ്പൊ വാടകയ്ക്കാണെങ്കിൽ വാടകയ്ക്ക് എസ് ഐ എന്ന് പറയുമോ? എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. എനിക്ക് ഈ മുഖം അല്ലാതെ മറ്റൊരു മുഖം കൂടെ ഉണ്ട്. എന്നിട്ട് മറ്റേ മുഖം എന്ത്? പേശിലെ ഞാൻ പോയേക്കോ, വൈകിട്ട് വരും. നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എന്താണ് നിന്റെ പേര്? എന്റെ പേര് ആക്രി പാക്കരൻ. ആക്രി കൂക്കരോ? കൂക്കരനല്ല, ആക്രി പാക്കരൻ. എടാ ആക്രി പാക്കര, എന്തോ? ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പോലീസ് ആകുന്നതിന് മുമ്പേ ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടയായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ ഗുണ്ടകളാണോ പേരെടുക്കുന്നത്? അയ്യേ, എടാ ഇതൊക്കെ പഴയതാടാ. പിന്നെ ആക്രി കട പിന്നെ പഴയതല്ലാതെ പുതിയത് കൊണ്ടെടുക്കാൻ പറ്റുമോ? സ്വഭാവം നിനക്കറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോകും നിന്നോട്. പറയൂ. പോലീസ് ഇവിടെ മൊത്തം വല വീശിയിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഉഗ്രന് ഒരു ആറ്റുവാള എനിക്ക് തരണം. കോടമ്പുള്ളിയിട്ട് അങ്ങോട്ട് പറ്റിച്ച് വെച്ചാ ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റാന്നറിയാവോ? പോലീസുകാരെ കൊതിപ്പിച്ചാനുള്ള ശിക്ഷ എന്താ നിനക്കറിയാവോ? ഇല്ല സാറേ. മുള്ളു മൊത്തം ബാക്കി വെക്കത്തില്ല, മൊത്തം ഞാൻ തിന്നു തീർക്കും. അത് വേണോ? വേണ്ട. എന്താ മീനെ വെറുതെ പറ. കൊക്കോ മീനെ പോയി രക്ഷപ്പെട്ടു. ടാറ്റ. ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ നിനക്ക് മനസ്സിലായോ? ഇല്ല സാറേ, പറ. ഞാനൊരു തൊണ്ടി മുതൽ അന്വേഷിച്ചു വന്നതാണ്. എന്നാ പിന്നെ അത് പറയണ്ടേ? എന്നാ സാറേ, CD ഇല്ല, പെൻഡ്രൈവില്ല. ഇതെന്തോ തൊണ്ടി പോലും ദൃസാക്ഷി സിനിമ. സിനിമയുടെ കാര്യം പറയാണോ ഞാൻ വന്നേ? ഇല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് എന്റെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് നിന്റെ കടയുടെ മുന്നിൽ വരുന്നത് ഞാൻ CCTV കണ്ടു. മനസ്സിലായോ? മനസ്സിലായി. എന്താ മനസ്സിലാ? പറയടാ. എന്റെ കടയിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളം മോഷ്ടിച്ചുകൊണ്ട് വന്ന് സാറിന്റെ വീട്ടിലോട്ട് പരിസരത്ത് കയറുന്നത് ഞാൻ CCTV കണ്ടു. അയ്യോ, അമ്മയ്ക്ക് അയ്യോ. ഇവിടെ പറ, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര ശട്ടമ്പിയാ. പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോടാ. എടാ പെയിന്റ് വാട്ടണം മുഖമുള്ളവരെ ശ്രദ്ധിച്ചോണം. കൂൾ, സമാധാനം. അതായത് ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിക്കുക, ഞാൻ പോലീസല്ല എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് എന്റെ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് നിന്റെ കടയുടെ മുന്നിൽ വരുന്നു. അത് ഞാൻ CCTV കാണുന്നു. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പറ. എന്റെ കടയിലിരിക്കുന്ന ഒരു വിലപിടിച്ച സാധനം സാറ് മോഷ്ടിച്ചോണ്ട് പോയി ഒരു കള്ളന്റെ പരിസരത്ത് കൊണ്ടുവെക്കുന്നത് ഞാൻ എന്റെ CCTV കണ്ടു. അയ്യോ, അമ്മ, അയ്യോ, അയ്യോ. നീ ഇനി സംസാരിക്കണ്ട. നീ ഒരൊറ്റ അക്ഷരം ഉണ്ടടാ. ഞാൻ പറയുന്ന അവിടെ കേട്ടാ മതി. അതായത് എടാ എന്റെ അച്ഛൻ ഒരു DYSP ആയിരുന്നു. പുള്ളിക്ക് കിട്ടിയാണ് ഈ സ്വർണ്ണ പതക്കം. ഞങ്ങൾ ഇത് നിധി പോലെ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അതായി കള്ളം വന്ന് എടുത്തോണ്ട് പോയത്. നീ അവനെ കണ്ടോ? ഇവിടെ കാണാൻ വരുന്നത്? ഇല്ല, ഞാൻ കണ്ടില്ല. ഉറപ്പാണോ? ഇല്ല, കണ്ടില്ല. എന്നാണ് ഈ ഫോട്ടോ ഒന്ന് നോക്കി. ഇവനെന്നൊക്കെ അറിയാവോ? ആരാ? ഇതറിയത്തില്ല. അപ്പൊ നിനക്ക് ഇവനെ അറിയത്തില്ല? ഇല്ല. എടാ ഇവനെ ഇവിടെ കാണുവാണെങ്കിൽ നീ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. പറഞ്ഞല്ലോ? അറിയിക്കാം. ഓക്കെ എന്നാ. ശരി. ഈ ഫ്രിഡ്ജ് കൊള്ളാവോ? അയ്യോ, അത് കൊള്ളത്തില്ല സാറേ, പഴയതാ, അഴുക്ക. പഴയതാണോ? എന്നാ പിന്നെ ഞാൻ എടുത്തോട്ടെ. സാറിന് എന്തിനാണ് ഈ അടുത്ത സാധനം? അതായത് എന്റെ ഇളയ ചെറുക്കന് ഗപ്പിമീൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ, അത് ശരി. അതായത് അവൻ വീട്ടിൽ കൊണ്ടുപോയി വിറ്റത്തിട്ട് വളർത്താൻ. അങ്ങനെയാണെങ്കിൽ എടുത്തോണ്ട് വെക്കൂ. കൊണ്ടുപോകട്ടെ. പിന്നെ പക്ഷെ ഇന്ന് സമയമില്ല. ഡ്യൂട്ടിക്ക് പോണം. ഊട്ടി പോയിട്ട് എന്നാ കാണിക്കാനാ? ഊട്ടി പോകുന്നല്ല പറഞ്ഞത്, എനിക്ക് ഡ്യൂട്ടിക്ക് പോണമെന്ന്. ഓ, അങ്ങനാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഏതായാലും വന്നല്ലേ, ഒരു വണ്ടി വിളിച്ചോണ്ട് വരിക, ഇതങ്ങോട്ട് കയറ്റി വെക്കുക, വീട്ടിൽ കൊണ്ടുപോവാ. കൊണ്ടുപോയല്ലേ? പിന്നെ അല്ലാതെ. എന്നാ ഞാൻ ആര്യൊന്ന് വിളിക്കട്ടെ. ഹലോ എടീ, മോനോട് പറഞ്ഞേരെ അച്ഛനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞേക്കണം മോനോട് കേട്ടോ. പിന്നെ നമ്മുടെ ആ സുനുവില്ലേ, ഓട്ടോക്കാരൻ, പെട്ടുവണ്ടിക്കാരൻ, അവനോട് പറയണം ഈ ആക്രിക്കട വരെ ഒന്ന് വരാൻ. പെട്ടെന്ന് വരാൻ വേണം കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? അപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന് നാളെ പറ്റത്തുള്ളെങ്കിൽ സാറ് നാളെ വന്ന് എടുത്തോണ്ട് പോയാലും മതി. എങ്ങനെ? സാറിന് ജോലി തിരക്കുണ്ടല്ലോ, അപ്പൊ നാളെ വന്നെടുത്താലും മതി. അതായത് ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം പറഞ്ഞു വണ്ടി ഇപ്പം വരും. എന്നാ ഇത് വണ്ടി കയറ്റുന്നു, വീട്ടിൽ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അല്ല, എന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച ഇവിടുന്ന് സാധനങ്ങളൊന്നും വെളിയിലോട്ട് വിടത്തില്ല. അങ്ങനെ ഒരു അതായത് ഒന്നാമത് രാഹുകാലം കഴിഞ്ഞ ടൈമാണ്. ഒന്നും താരമില്ല. അല്ല, ചെറുക്കൻ അവിടെ നോക്കിയിരിക്കും. ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ചെറുക്കനോട് പറയാനായിട്ട് ആരാ പറഞ്ഞത്? ഞാനിത് ഇവിടെ പറഞ്ഞല്ലേ. അത് പറ്റത്തില്ല, കൊണ്ടുപോകാൻ അറിയിക്കാൻ പറ്റത്തില്ല. വെളച്ചിലെടുക്കരുത്. എന്റെ സ്വഭാവം നിനക്കറിയില്ല. കൊണ്ടുപോകത്തില്ല. ഭയങ്കര
ആഹാ, അപ്പൊ രണ്ടുപേരും ഒത്തുചേർന്നുള്ള പരിപാടിയായിരുന്നല്ലടാ. എന്താണ് ചിരിക്കുന്നത്? സാറേ, ഇന്നിവൻ ഇവിടെ വന്ന് എത്തിപ്പെടുമെന്നും സാർ അവനെ അന്വേഷിച്ച് ഇവിടെ വരുമെന്നും എനിക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഈ ഫ്രിഡ്ജിനകത്ത് കയറ്റി വാതിലടച്ചത്. നീ മിടുക്കരാ, അതുകൊണ്ടാ എന്നെ പോലുള്ള കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നത്. ഇതിനെ പോലുള്ള കള്ളന്മാരെ പിടിക്കാൻ പറ്റും. സാറേ, ഇതാ സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണ്ണ പതക്കം. അയ്യോ, പിടിച്ചാട്ടെ. എന്റെ പൊന്ന് സാറേ, ഇങ്ങാരുണ്ടല്ലോ കൊല്ലി ഞാൻ. പോലീസുകാരനാണ്, നിന്റെ കളിപ്പിള്ളയാണെന്ന് വിചാരിച്ചോടാ. എടാ, അവര് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതുകൊണ്ടാ നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകുന്നത്. അറിയാടാ. എസ് ഐയുടെ വീട്ടിൽ തന്നെ കയറി വേണം നിനക്ക് മോട്ടി അല്ലടാ. നടക്കടാ സ്റ്റേഷനിലോട്ട്. പോടാ. ഒരു മിനിറ്റ് പോയിട്ട് വരട്ടെ ബോസേ. ആ, ഇതെന്റെ മുതലാളിയാ. ഞാൻ കൊണ്ടുവരുന്ന സ്വർണ്ണം ഇതെല്ലാം മുതലാളിയാണ് മറിച്ചു വെക്കുന്നത്. പറയരുത്. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് മുത്ത കൗണ്ടർ എന്ന പുള്ളിയായിട്ട് വിളിച്ച് അങ്ങോട്ട് ഫോൺ വെച്ചതേ ഉള്ളൂ. ആഹാ, അപ്പൊ രണ്ടുപേരുടെ കിടന്ന് നാടാൻ കളിക്കുമായിരുന്നില്ലേ? കയറാണ്ടാണ് ജീപ്പിനകത്ത്. മഹാഭാവി, നിന്നോട് ഞാൻ എല്ലാ തെറ്റാണോ ചെയ്തേ? ഇതാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.